ടെലിഫോണിലായിരുന്നു. ശ്രീ ഹരീഷ്, ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളി സിദ്ദിഖിന് മുന്നിൽ ഇനി നിയമവഴികളുണ്ട്, സുപ്രീം കോടതിയെ മറ്റും സമീപിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണം വെച്ചിട്ട് ഇരയുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതാണെന്നും അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന മൊഴി എന്ന രീതിയിൽ അതിനെ പ്രാധാന്യത്തോടെ കാണണം എന്നുള്ളതാണ്. സിദ്ദിഖിന് കുരുക്ക് മുറുകയല്ലേ, അറസ്റ്റിനുള്ള സാധ്യതകൾ തന്നെയല്ലേ തെളിയുന്നത്? എനിക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. SIT പ്രവർത്തിക്കുന്നത് ഏറെക്കുറെ ഈ കേസിൽ പ്രതിക്ക് അനുകൂലമായ രീതിയിലാണ്. അവരെന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തെളിവുകൾ ശേഖരിക്കുന്നുണ്ടാവാം, അത്തരം സംഗതികളൊക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഈ പരാതിക്കാരി തന്നെ കോടതിയിൽ പ്രധാനമായിട്ട് ബോധിപ്പിച്ച ഒരു കാര്യം, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. ഫേസ്ബുക്കിന്റെ സിദ്ദിഖ് എന്ന അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രതി പല സ്ത്രീകളോടും മോശമായി പെരുമാറുകയും അവരെ വശീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്, പലർക്കും മെസ്സേജ് അയച്ചത്. അപ്പൊ അത്തരത്തിലുള്ള മെസ്സേജുകൾ തെളിയണമെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് അക്കൗണ്ട് അത് പരിശോധിക്കണം, അത് ഓപ്പറേറ്റ് ചെയ്ത ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യണം. അല്ലാതെ ഒരിക്കലും ഈ കേസ് കോടതിയിൽ തെളിയാൻ പോകുന്നില്ല. എന്നാൽ FIR ഇട്ട ശേഷം ഈ തെളിവ് നശിപ്പിക്കുന്നതിന് മതിയാവോളം സമയം നൽകുകയും അങ്ങനെ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാൻ പ്രതിക്ക് സമയം കൊടുക്കുകയാണ് SIT ചെയ്തത്. ഈ മൊഴി, ആദ്യത്തെ ദിവസത്തെ മൊഴി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞപ്പോൾ പോലും ഇര വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇത്തരം ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം ഓപ്പറേഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യം പരിശോധിക്കുകയും ആ എവിഡൻസ് കളക്ട് ചെയ്യുകയും, ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അന്വേഷണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആ ഇലക്ട്രോണിക് എവിഡൻസുകൾ കളക്ട് ചെയ്യുകയും പ്രതിയെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് SITയുടെ ഏറ്റവും പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായിരുന്നു. SIT അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാ തെളിവുകളും നശിപ്പിക്കാൻ പ്രതിക്ക് സമയം കൊടുത്തു. അറസ്റ്റ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ഇലക്ട്രോണിക് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള നോട്ടീസ് പോലീസ് കൊടുത്തില്ല. ഇതെല്ലാം, ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ ഇര വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഏതാണ്ട് 2 ആഴ്ചയായി. നാളിതുവരെ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഈ പ്രതിയിൽ നിന്ന് ഇലക്ട്രോണിക് എവിഡൻസോ മറ്റു തെളിവുകളോ ശേഖരിക്കുന്നതിന് കാരണമായില്ല. 2, SITക്ക് കൊടുത്ത രഹസ്യ സ്വഭാവത്തിലുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്കും പ്രതികൾക്കും ചോർത്തി കൊടുക്കുന്നതിന് വരെയുള്ള നടപടികൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ കാര്യത്തിൽ ഇര തന്നെ നേരിട്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതി കൊടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഈ കാര്യത്തിൽ DGPയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല, SITയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പൊ ഈ കേസിന്റെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തും വിധം എന്തെങ്കിലും ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ട്രയലിലേക്ക് പോകുമ്പോൾ പ്രതിക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, വീഴ്ചകളാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇര ഇത്ര ശക്തമായി രംഗത്ത് വന്നിട്ടും ഈ കാര്യത്തിൽ നിയമ നടപടികൾ വളരെ ദുർബലമാണെന്നും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള, അതായത് നോട്ട് ടു അറസ്റ്റ് ഇല്ലാത്ത ഒരേ ഒരു കേസാണ്. ബാക്കി എല്ലാ കേസിലും നോട്ട് ടു അറസ്റ്റ് ഓർഡർ കോടതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യരുത് എന്ന ഒരു ഉത്തരവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. എന്നിട്ടും ഈ കാര്യത്തിൽ അറസ്റ്റ് ഉണ്ടായില്ല, ചോദ്യം ചെയ്യലുണ്ടായില്ല എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവത്തിൽ SITക്കെതിരായി വരുന്ന ആരോപണമാണ്. ഇതിന് വരും ദിവസങ്ങളിൽ SIT സമാധാനം പറയുന്നത്. ശരി, ഹരീഷ് വാസുദേവനാണ് സംസാരിച്ചത്. ഏതായാലും നവമി ദിനേശ് ഇപ്പോഴും അവിടെ പടവുകളിലുള്ള സിദ്ദിഖിന്റെ വീടിന് മുന്നിലുണ്ട്. നവമി, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ചില ഗൗരവ സ്വഭാവമുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ജാമ്യം നിഷേധിച്ച വിധിന്യായവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് ഇതിന്റെ കേസിന്റെ ഗ്രാവിറ്റി കൂട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അന്വേഷണ സംഘത്തിൽ ലഭിച്ച ചില തെളിവുകൾ കൂടിയുണ്ട്. അങ്ങനെ പൊതുവെ സിനിമാ മേഖലയിലുള്ള ഒരു വികാരമെന്ന് പറയുന്നത് കാര്യങ്ങളുടെ ഒരു സീരിയസ്നെസ് അത് വല്ലാതെ വർദ്ധിച്ചു വരികയാണ് എന്ന് തന്നെയല്ലേ? നവമിയിലേക്ക് വരാം. നവമി അവിടെ സിദ്ദിഖിന്റെ പടമുകളിലെ വീടിന് മുന്നിലാണ് ഉള്ളത്. ഡാനി, സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന, നമുക്കറിയാം ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത പശ്ചാത്തലമാണ്. 2 മാസത്തിനകം തെരഞ്ഞെടുപ്പടക്കം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു ബലം, അതിനുള്ളൊരു ഈ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യം ഇപ്പോൾ അമ്മ എന്ന സംഘടനയ്ക്കും പൊതുവെ സിനിമാ മേഖലയ്ക്കും ഉണ്ടോ? രഞ്ജിത്ത്, അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണമോ ഒന്നുമില്ലാത്ത ഒരു സംഘടനയായിട്ട് അമ്മ മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി വന്നതുപോലെ ഏതാണ്ട് ഒരു കാർപ്പറ്റ് ബോംബിംഗ് എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്നത് പോലെ തീർത്തും നാമാവിശേഷമായ
ഒരു രീതിയിലാണ് അമ്മ സംഘടനയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ആരോടാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ നമ്മൾക്ക് ചോദിക്കേണ്ടത്? അല്ലെങ്കിൽ പരസ്പരം വിരുദ്ധമായ ആശയങ്ങൾ ഉള്ളവരുടെ ഒരു കൂട്ടമായിട്ട് തന്നെ അമ്മ മാറിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഈ കാര്യങ്ങൾ വന്ന തുടക്കം മുതൽ തന്നെ അതിനകത്ത് ഈ പൂർണ്ണമായും തന്നെ അത് പിരിച്ചുവിട്ടു. അതെല്ലാം ഒരു തരത്തിലുള്ള ഒരു രക്ഷപ്പെടലാണ്, അല്ലാതെ അത് മുഖം മിനിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തങ്ങളിൽ കൂട്ടുത്തരവാദിത്തം ഉറപ്പിക്കുക അത്തരം രീതിയിലൊരു സംഘടനാപരമായ ഒരു ചട്ടക്കൂടോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ പ്രകടമായത്. അവിടെ ഓരോരുത്തരും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എളുപ്പ വഴി എന്ന രീതിയിൽ ഇനി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അത് പിരിച്ചുവിടപ്പെട്ടവരായി അത് മാറിയത്. അതിനെക്കുറിച്ച് തന്നെ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോകുന്നുവെന്ന് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ പരസ്പരം ചോദിച്ചതാണ്. അതെല്ലാം തന്നെ പുറത്തു വന്നതാണ്. ഒപ്പം തന്നെയാണ് ഈ അമ്മ സംഘടനയെ കൊണ്ട് ഇതൊരു ചാരിറ്റബിൾ സംഘടന മാത്രമാണ്, ഇതിനെ വേറൊരു രീതിയിലേക്ക് ട്രേഡ് യൂണിയൻ ആക്കാൻ പറ്റുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച നടന്നു. അതായത് ഇനി ഈ രീതിയിലൊരു ചട്ടക്കൂടിനകത്ത് നിന്നതുകൊണ്ട് എന്ത് പ്രയോജനം എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ തലപ്പത്തിരുന്ന ഒരാൾക്ക് നേരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം തള്ളിയിരിക്കുന്നത്, മുൻകൂർ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വലിയ രീതിയിൽ തന്നെ മലയാള സിനിമാ രംഗത്തെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് താരങ്ങൾ നിയന്ത്രിച്ചിരുന്നൊരു മേഖല തന്നെയായിരുന്നു മലയാള സിനിമ എന്ന് പറയുന്നത്. അത് അവരുടെ ഒരു സർവാധിപത്യം ഇവിടെ പല സംഘടനകൾ മലയാള സിനിമയ്ക്കകത്ത് ഉണ്ട്, ഈ നിർമ്മാതാക്കളുടെയും വിതരണക്കാർ അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ താരസംഘടന തന്നെയായിരുന്നു എന്നത് ഒരു പരമമായ സത്യമാണ്. അവിടെയാണ് വല്ലാത്ത രീതിയിൽ ഇത് ഉലച്ചിൽ തട്ടിയിരിക്കുന്നത്. വലിയ രീതിയിലേക്ക് ആരോപണങ്ങളുടെ മുൾമുനയിലേക്ക് എല്ലാം തന്നെ ഇവർ വന്നിരിക്കുന്നത്. ഒരർത്ഥത്തിൽ മലയാള സിനിമയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്ന് തുറന്നു കാണിക്കപ്പെടുന്നതായിട്ട് പലരും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ വലിയ രീതിയിലൊരു വിമർശനങ്ങളുടെ നടുവിൽ തന്നെയാണ് ഇന്നിപ്പോൾ മലയാള സിനിമ ചെന്നെത്തി നിൽക്കുന്നത്. അതിന് ഒന്നുകൂടി ആക്കം കൂട്ടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയുടെ അടക്കമുള്ള ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത്. അതിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നു നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പരാതി വൈകുന്നു എന്നത് സംബന്ധിച്ച് അതല്ല ചൂണ്ടിക്കാണിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സിദ്ദിഖ് പ്രധാനമായും കൊണ്ടുവന്ന പരാതി ആരോപണം അതുതന്നെയായിരുന്നു. ഇതിൽ പരാതി തനിക്കെതിരെയുള്ള പരാതി വൈകിയതാണ്, അതിൽ നേരത്തെ ഉന്നയിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ കണ്ടിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കോടതി അതെല്ലാം തന്നെ തള്ളുകയായിരുന്നു. അതല്ല ഇപ്പോഴാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിർണായകമായ മണിക്കൂറിലാണ് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട നടൻ, അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അയാൾക്കുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് പോലീസ് സംഘത്തിന്റെ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഡാനി പോളും നവമിയും അവിടെ തുടരുന്നുണ്ട്. അവരിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.